വളരെ വ്യക്തമായി തന്നെ കേരളത്തിന്റെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കേരളത്തിന്റെ നമ്മുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ തമിഴ്നാടുമായി ഒരു യുദ്ധത്തിനല്ല, മറിച്ച് തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും, വാട്ടർ ഫോർ തമിഴ്നാടു ആൻഡ് സേഫ്റ്റി ഫോർ കേരള എന്നതിലൂന്നി തന്നെയാണ് കേരളത്തിന്റെ ആവശ്യം മുന്നോട്ട് വെച്ചത്. പുതിയ ഡാം വേണമെന്ന ആവശ്യത്തോടൊപ്പം തന്നെ 142 അടി എന്നുള്ളത് ഉയർത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടാകാൻ പാടില്ല എന്ന പരമപ്രധാനമായ കേരളത്തിന്റെ ഒരു അത് കേരള പൊതുസമൂഹത്തിന്റെ തന്നെ ഒരു ആവശ്യമാണ്. അതും കൃത്യമായി തന്നെ കമ്മിറ്റിയുടെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. നമ്മുടെ കോംപ്രിഹെൻസീവ് ഡാം ഇവാലുവേഷൻ കമ്മിറ്റിയിൽ കേരളത്തിന്റെ പ്രതിനിധിയെ ഒഴിവാക്കിയത് കഴിഞ്ഞ ദിവസം തന്നെ, കഴിഞ്ഞ 25-ാം തീയതി തന്നെ അതിന്റെ പ്രപ്പോസൽ ചോദിച്ച് കേന്ദ്ര ഗവൺമെന്റ് അയച്ചിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കോംപ്രിഹെൻസീവ് ഡാം ഇവാലുവേഷൻ കമ്മിറ്റിയുടെയൊക്കെ തന്നെ ഉടനെ തന്നെ അവരുടെയൊക്കെ ഒരു വിസിറ്റും മുല്ലപ്പെരിയാറിൽ നടത്തണം എന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ചെയർ കൃത്യമായി എല്ലാം കേട്ടു, വിശദമായി തന്നെ കേട്ടു, രണ്ട് സംസ്ഥാനങ്ങളുടെയും കേട്ടു. ഇനി അത് ചെയർ അതിന്റെ ആ ഒരു ഒഫീഷ്യൽ പ്രോസസ്സിലേക്ക് കടക്കും. നമ്മൾ ആധികാരികമായി തന്നെയാണ് കേരളത്തിന്റെ ആവശ്യം ഈ വാട്ടർ റിസോഴ്സ് കമ്മിറ്റിയുടെ മുന്നിലേക്ക് വെച്ചിട്ടുള്ളത്. അത് കേരളത്തിലെ ജനങ്ങളുടെ ആശങ്ക ഏറ്റവും കൂടുതൽ 5 ജില്ലയെ ബാധിക്കുന്ന 35 ലക്ഷത്തോളം വരുന്ന ജനങ്ങളെ ബാധിക്കുന്ന ആ ആശങ്ക, 130 വർഷം പഴക്കം ചെന്ന ഒരു ഡാം ഇപ്പോഴത്തെ കാലഘട്ടം ആവശ്യപ്പെടുന്ന, നമ്മൾ എത്രത്തോളം മുന്നിലേക്ക് കാലം കടന്നുപോയി എന്നുള്ളത് ഉൾപ്പെടെ എഞ്ചിനീയറിംഗ്, ഡാം എഞ്ചിനീയറിംഗിന്റെ തന്നെ അത് ഏത് ലെവലിലേക്ക് ഇപ്പോഴെത്തി എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായി കമ്മിറ്റിക്ക് മുൻപിൽ അവതരിപ്പിച്ചു.